BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. LDF നിയോഗിച്ച വഖഫ് ബോർഡ് അംഗങ്ങളെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം. ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെ 4 അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചെയർമാനായ KS ഹംസയെ അടക്കം മാറ്റണമെന്നാണ് വാദം. എന്നാൽ ഇവരുടെ ഒന്നും കാലാവധി ഇതുവരെ പൂർത്തിയായിട്ടില്ല. യോഗ്യത തെളിയിക്കുന്ന രേഖകൾ അംഗങ്ങൾ സമർപ്പിച്ചിട്ടില്ലെന്നും ഉമർ ഫൈസി മുത്തവല്ലി അല്ലെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇവർ ഹർജിയുമായി കോടതിയിലെത്തിയത്. എന്നാൽ റിട്ട് പെറ്റീഷൻ നിലനിൽക്കില്ലെന്നും പൊതു താൽപര്യ ഹർജി സമർപ്പിക്കണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചത്. അതേസമയം സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരണത്തിനെതിരെയും മുനമ്പം ഭൂമി വിഷയത്തിലെ ബോർഡിന്റെ ഇടപെടലുകൾക്കെതിരെയും കുറച്ചു ദിവസം മുമ്പായിരുന്നു ക്രൈസ്തവ സംഘടനയായ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ ബോർഡ് രൂപീകരിച്ചത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചാണ് നിലവിലെ ബോർഡ് അംഗങ്ങളുടെ നിയമനം നടത്തിയിരിക്കുന്നതെന്നായിരുന്നു ഹർജിക്കാരനായ ശ്യാം ദേവരാജ് ആരോപിച്ചത്. നിയമപ്രകാരം ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ നിർബന്ധമായും നിയമിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ചട്ടം പാലിക്കപ്പെട്ടില്ല. ആകെ 11 അംഗങ്ങളുള്ള ബോർഡിൽ 9 പേരെ മാത്രമാണ് ആദ്യം നിയമിച്ചത്. ശേഷിക്കുന്ന 2 അമുസ്ലിം അംഗങ്ങളെ പിന്നീട് നിയമിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഈ നടപടി തികച്ചും നിയമവിരുദ്ധമാണെന്നാണ് നിലവിലെ വഖഫ് ബോർഡ് രൂപീകരണം റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത്. കൂടാതെ മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വഖഫ് ബോർഡ് നേരിട്ട് കേന്ദ്ര സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത നടപടിയെയും ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ ഹൈക്കോടതി സർക്കാരിനോട് നേരത്തെ വിശദീകരണം തേടിയിരുന്നു. ഇതിന് പുറകെയാണ് LDF നിയോഗിച്ച വഖഫ് ബോർഡ് അംഗങ്ങളെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു ഹർജി മുസ്ലിം ലീഗിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.